ഓക്കെ ഓക്കെ. പേരാൽ വാർഡ് 2 ബൂത്ത് ഉണ്ടല്ലോ ഇവിടെ? 2 ബൂത്ത് തന്നെ ഉണ്ട്. ഈ 2 ബൂത്തിലും കൂടി ഇതുവരെ ഏകദേശം എത്ര ശതമാനം വോട്ട്? 50% മുകളിൽ, 40% മുകളിൽ. വൈകുന്നേരം ആകുമ്പോൾ ഏകദേശം എത്ര ശതമാനം പ്രതീക്ഷ? 80 കഴിയുമെന്നാണ് ഞങ്ങളെ പ്രതീക്ഷ. മുൻ വർഷത്തേക്കാൾ അപേക്ഷിച്ച് കൂടുതൽ ഉണ്ടാവും. ഈ സ്ത്രീ വോട്ടർമാരാണോ പുരുഷ വോട്ടർമാരാണോ ഇപ്പൊ കൂടുതലായി കാണുന്നത്? സ്ത്രീകളാണ് കൂടുതലായിട്ട് കാണുന്നത്. ഒരു അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല, സമാധാനപരമാണ്. ഇവിടെ അങ്ങനെ സംഭവം പേരാലൊക്കെ വളരെ നല്ല രീതിയിലാണ് നടക്കുന്നത്. ഏതായാലും താങ്കൾ ഒരു പാർട്ടിന്റെ ആളായിരിക്കുമല്ലോ, ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിക്കും എത്ര ശതമാനം ഹോപ്പുണ്ട് താങ്കൾക്ക്? അങ്ങനെയല്ലേ, ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷയാണ് ഉള്ളത് ഇപ്രാവശ്യം. നല്ല പ്രതീക്ഷ. കഴിഞ്ഞ കാലത്തേക്കാൾ വളരെ കൂടുതൽ ഭൂരിപക്ഷത്തോടെ വളരെ നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്നുള്ള ആശംസ നേരുന്നു. മൂന്നാളുണ്ട്, മറ്റാളുണ്ട്. UDFന്റെ സ്ഥാനാർത്ഥി, ഒപ്പം BJPയുടെ സ്ഥാനാർത്ഥിയും ഞങ്ങള് പിന്നെ മൊഗ്ലാൽ ന്യൂസിന്റെ ഒരു 3 സ്ഥാനാർത്ഥികളെ ഒന്നിച്ച് കിട്ടിയത് വളരെയധികം. പേരാൽ വാർഡിലെ 3 സ്ഥാനാർത്ഥികളെ ഒന്നിച്ചിട്ടുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ 2 ബൂത്ത് ഉണ്ട് അല്ലേ? അപ്പൊ ഏകദേശം ഇതുവരെ എത്ര ശതമാനം? 40% ഒരു വൈകുന്നേരം ആകുമ്പോൾ ഒരു 80 കടക്കല്ലേ? 80ഓളം ആവാൻ സാധ്യതയുണ്ട്. വളരെ രാവിലെ തന്നെ കൃത്യസമയത്ത് തന്നെ വോട്ടെടുപ്പ് നടന്നു. വളരെ സമാധാനപരമായിട്ടാണ് സമാധാനപരമായി സൗഹാർദ്ദപരമായി ഒരു അനിഷ്ട സംഭവങ്ങളില്ല. ഇവിടെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവാറില്ലല്ലോ. ഒരുപാട് കാലമായി പേരാലിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പല രാഷ്ട്രീയ ചർച്ചകളുണ്ടെങ്കിലും ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഒരു സുഹൃത്തുക്കളെ പോലെയാണ്. ഒരു സൗഹാർദ്ദ മത്സരമാണ് പേരാലിലെ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇങ്ങോട്ട്. അതായത് നമ്മൾ ഈ പേരാൽ സ്കൂളിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. സ്കൂളാണ് ബൂത്ത്. ഇത് LP സ്കൂളാണ്. ഞാൻ നിങ്ങളോട് മുമ്പ് ചോദിച്ചതാണ്. ഏകദേശം 100 വർഷം പഴക്കമുള്ള സ്കൂളാണ്. നിങ്ങൾ ആര് ജയിക്കുകയാണെങ്കിലും ഈ സ്കൂളിനെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള എന്തൊക്കെ നടപടികൾ നിങ്ങളുടെ ഭാഗത്തുണ്ടാവും? ഒരു മിനിറ്റ്. സർക്കാർ തലത്തിൽ ഇടപെടും, ചെയ്യും. ഞാൻ ജയിച്ചാല് വിദ്യാഭ്യാസ മന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പിനുള്ള അതിനുള്ള ഒരു നിവേദനം കൊടുത്തിട്ട് അതായത് എത്രയും പെട്ടെന്ന് നമ്മുടെ സ്കൂൾ ഹൈസ്കൂളായിട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള നടപടികൾ തങ്ങളുടെ ഭാഗത്തുണ്ടാവും. ഓക്കെ ഫസൽ റഹ്മാൻ, സ്കൂള് അപ്ഗ്രേഡ് ചെയ്യണ്ടേ നമുക്ക്? തീർച്ചയായിട്ടും. ഏറ്റവും കൂടുതൽ ഈ പേരാലിലെ കുട്ടികളാണ് ഏറ്റവും ബുദ്ധിമുട്ടുന്നത്. മഴക്കാലത്ത് സ്കൂളിലേക്ക് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ്. ഒന്നുകിൽ കുമ്പള അല്ലെങ്കിൽ മൊഗ്ലാലിലേക്ക് പോകണം. അതെ, തീർച്ചയായിട്ടും. ഇവിടെ പിന്നെ സബ് ജില്ലാ കലോത്സവം നടന്ന ഒരു സ്കൂൾ കൂടിയാണ് പേരാൽ സ്കൂൾ. ഇവിടെ ഞങ്ങൾ നിരന്തരമായി ഇതിന്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിരന്തരമായി സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. ഇതുവരെയും അപ്ലോഡ് ചെയ്തില്ല. കാരണം സാമ്പത്തിക പ്രശ്നമാണ് ഉള്ളത് എന്നാണ്. ഈ LP UP പഞ്ചായത്തിന് കീഴിലാണ്. അപ്പൊ പഞ്ചായത്ത് ഇടപെട്ടിട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള നടപടികൾ MLA ഇടപെട്ടിട്ട് ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഒന്നുകിൽ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ശ്രമം നടത്തണം. ആദ്യമായി ചെയ്യേണ്ടത് നമുക്ക് ജയിച്ചു കഴിഞ്ഞാൽ UP ആയി ഉയർത്തലാണ്. ಓಕೆ. ಕನ್ನಡದಲ್ಲಿ ಬರ್ನೋಳು ಸಮುದಿಲ್ಲ. ನಾನು ಈ 13ನೇ ವಾರ್ಡ್ನ ಶರಣಾರ್ಥಿಯಾಗಿ ಸತ್ಪಡ್ತಿದ್ದೇನೆ. ನಮಗೇನೆಂದರೆ ಈ ಸಲ ಕುಂಬಳೆ ಪಂಚಾಯತ್ ಹಿಡಿಬೇಕಲ್ಲಿ ನಮ್ಮ ಆಸೆ. ಇವರು 40 ವರ್ಷದಿಂದ ಆಡಳಿತ ಮಾಡಿ ಮುಸ್ಲಿಂ ಲೀಗು ಏನೊಂದು ಸೌಕರ್ಯವು ಈ ಕುಂಬಳೆಯನ್ನು ಒಳ್ಳೆಯದಾಗಿ ತರಲಿಲ್ಲ. ನಮ್ಮ ಈ ಬರುವಂಥ ಬಸ್ ಸ್ಟಾಪನ್ನು ಎಲ್ಲಿಯಲ್ಲಿಯೂ ತಂದು ಹಾಕಿದ್ದಾರೆ. ಅಲ್ಲಿ ಮೂತ್ರ ಮಾಡಲಿಕ್ಕೆ ಶೌಚಾಲಯವೂ ಈಗ ತನಕ ಇಲ್ಲ. ಆಯಿತು, ಅದು ಇರಲಿ. ಈಗ ಎಷ್ಟು % ಆಗಿದೆ ಈ ಪೋಲಿಂಗ್ 2 ವಾರ್ಡ್ನಲ್ಲಿ? 40. ನಿಮ್ಗೆ ಎಷ್ಟು ಪ್ರತೀಕ್ಷೆ? ಎಷ್ಟು? ನಮಗೆ ಪ್ರದೇಶದಲ್ಲಿ ಮತದಾನ ಸ್ವಲ್ಪ ಕಮ್ಮಿ. ಅದರೊಂದು ನಾನೊಂದು ಪ್ರಶ್ನೆ ಕೇಳ್ತೇನೆ ನಿಮ್ಮ ಹತ್ರ. ಇದು LP ಶಾಲೆ ಅಲ್ಲ, ಇದನ್ನು ಅಪ್ಗ್ರೇಡ್ ಮಾಡಿ UP ಶಾಲೆ ಮಾಡ್ಲಿಕ್ಕೆ ನೀವು ಪಂಚಾಯತ್ ಭರಣ ಬಂದ್ರೆ ನಾವು ಎಂತ ಸಹಕಾರ ನಾವು ಮಾಡ್ತೇವೆ. ಮಾಡಬೇಕು ಪಂಚಾಯತ್ನಲ್ಲಿ ಪಂಚಾಯತ್ ಅಧಿಕಾರ ಬಂದ್ರೆ ನಾವು ಯಾವುದು ಬೇಕಾದ್ರೂ ನಾವು ಇದಿಲ್ಲ. UP ಶಾಲೆಯಲ್ಲಿ ಮಾಡಬೇಕು. ಬೇರೆ ಒಂದು ಪ್ರಶ್ನೆ. ಈ ವರ್ಷದ ನಮ್ಮ ಈ ಕಾಸರಗೋಡು ಜಿಲ್ಲಾ ಸ್ಕೂಲ್ ಯೂತ್ ಫೆಸ್ಟಿವಲ್ ಸ್ಕೂಲ್ ಕಲೋತ್ಸವ ನಮ್ಮ ಮೊಗ್ರಾಲ್ ಶಾಲೆಯಲ್ಲಿ ನಿಮ್ಮೆಲ್ಲರ ನಿಮ್ಮ ಸಹಕರಣ ಬೇಕು. ನಮ್ಮ ಇಲ್ಲಿ ಸಾಗಿದೆ, ಅದಕ್ಕೆಲ್ಲ ಇಲ್ಲಿ ಕೂಡ ಆಗಿದೆ. ಜಿಲ್ಲಾ ಕಲೋತ್ಸವ ನಿಮ್ಮೆಲ್ಲ ಸಹಕರಣ. ಓಕೆ, ಎಲ್ಲರಿಗೆ ಶುಭಾಪ್ತಿ, ವಿಶ್ವಾಸ. ಥ್ಯಾಂಕ್ ಯು ಅಶ್ರಫ್, ಥ್ಯಾಂಕ್ ಯು ഫാസൽ, താങ്ക് യു ജഗദീഷ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്കളുടെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. താങ്കൾ പക്ഷെ മുഹമ്മദ് താങ്കൾ വോട്ട് ചെയ്തോ? താങ്കൾ ഇവിടെ നേരത്തെ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നല്ലോ. ഇപ്പോൾ 2 ബൂത്ത് അല്ലേ? ഈ 2 ബൂത്തിലും കൂടി ഇതുവരെ ഉച്ചയാകുമ്പോൾ എത്ര ശതമാനം ഏകദേശം വോട്ട്? ഇപ്പോൾ ഒരു 60 ഇതുണ്ടാവും. വൈകുന്നേരം ആകുമ്പോൾ ഒരു 80 കിടക്കോ? കിടക്കില്ല. 70-ൻ്റെ ഉള്ളിൽ 70-75 വന്നതുകൊണ്ട് കുറച്ച് കുറേ വോട്ടെല്ലാം മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ
ഇപ്പോൾ പേരാൽ ഇതുവരെ വളരെ സമാധാനപരമായിട്ടാണ് വോട്ടെടുപ്പെല്ലാം നടക്കുന്നത്. ഇപ്രാവശ്യം ഒരു അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കൂടുതലും ക്യൂവിൽ പെണ്ണുങ്ങളെയാണ് കാണുന്നത് അല്ലേ? സ്ത്രീ വോട്ടാണ് കൂടുതൽ. അതുപോലെ തന്നെ പിന്നെ താങ്കളൊരു പാർട്ടിന്റെ ആൾക്കാരെന്നറിയാം, എത്ര ശതമാനം ഉറപ്പുണ്ട് വിജയിക്കുന്ന കാര്യത്തിൽ? 110%. ഒരു 10 കൂട്ടിയിട്ട് 110% കൂട്ടിയിട്ട് ഞങ്ങളെ പാർട്ടി ജയിക്കും, നല്ല വൻ ഭൂരിപക്ഷത്തോട് ജയിക്കും. അപ്പോൾ പേരാൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളുടെ സമയത്ത് ഇപ്പോഴും അങ്ങനെ നമ്മളെ സ്കൂളിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് UP സ്കൂളാക്കണം, കുറേ റോഡുണ്ട്, അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി താങ്കൾ മെമ്പറിൽ കൂടി സമ്മർദ്ദം ചെലുത്തുമല്ലോ? തീർച്ചയായിട്ടും. ഞങ്ങൾക്കിപ്പോൾ ഇന്നലെ ഒരു ഇന്റർവ്യൂവിൽ കണ്ടു, അംഗനവാടി ഉണ്ടായിരുന്നത് പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അതല്ല, അതിന് പുതിയ അംഗനവാടിക്ക് MLA ഫണ്ടിൽ നിന്ന് 43 ലക്ഷം രൂപ പാസ്സായി ഫണ്ട് ടെൻഡർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് പഴയതാളെ പൊളിച്ച് മാറ്റിയിട്ടുള്ളത്. അല്ലാണ്ട് ഇത് പൊളിച്ചു മാറ്റിയതല്ല. ഹെൽത്ത് സെന്ററിന്റെ കാര്യം പറഞ്ഞു നിങ്ങൾ. ഹെൽത്ത് സെന്റർ ഇപ്പോൾ കഴിഞ്ഞ മാസം തന്നെ 7 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് കൂട്ടി കെട്ടിയിട്ടുണ്ട്. പിന്നെ കുടിവെള്ളത്തിന് അവിടെ ടാങ്കിന് വെള്ളം കയറ്റാൻ പറ്റുന്ന പ്രശ്നമല്ല. ആ ടാങ്കിലേക്ക് മൂടിയില്ലാത്ത ടാങ്കാണ് അന്ന് പണിഞ്ഞത് അവർ. അതുകൊണ്ട് അതിൽ മറ്റേ ജന്തുജീവികളെല്ലാം വന്ന് കുളിക്കുന്നത് കൊണ്ട് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോൾ അടുത്ത പ്രാവശ്യം പുതിയ ബോറടിച്ചിട്ട് പുതിയ ടാങ്ക് കെട്ടാനുള്ള പരിപാടിയാണ് ലക്ഷം വീട്ടിലേക്കുള്ളത്. ലക്ഷം വീട്ടിലേക്ക് അണ്ടറിൽ റോഡ് ഇല്ലാതെ പറയുന്നത് കേട്ടു. അവിടെ റോഡുണ്ട്, പണി തീർക്കാൻ കൂടി ടെൻഡർ കൊടുത്തിട്ടുണ്ട്. ഈ ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് നിർത്തി വെച്ചിട്ടുള്ളത്. അടുത്ത കഴിഞ്ഞപാട് അത് പണി കഴിക്കും. ഓക്കെ, എല്ലാവിധ വിജയാശംസകളും നേരുന്നു. മിസ്റ്റർ മുഹമ്മദ്, താങ്ക് യു ഫോർ ന്യൂസ് അവർ മുഗ്രാൻ.